ഡോക്ടർ ഈ IVF ട്രീറ്റ്മെന്റ്സ് അങ്ങനത്തെ കുട്ടികൾ ഇപ്പോൾ ഒരുപാട് അതിന്റെ എണ്ണം കൂടുന്നുണ്ടോ? അതെ, നമുക്ക് വന്ധ്യത വർദ്ധിച്ചു വരികയാണ്. അത് തന്നെയാണ് അതിന്റെ കാര്യം. പിന്നെ അതേപോലെ ലേറ്റ് മാരേജസ്, ചില ആളിപ്പോൾ കല്യാണം കഴിഞ്ഞാൽ പോലും ഇപ്പോൾ IT കാരൊക്കെ കല്യാണം കഴിയുന്നത് ചിലപ്പോൾ 26-28 ഇയേഴ്സിലായിരിക്കും. അപ്പോഴവർ ആദ്യത്തെ 5 വർഷം കുട്ടികളൊക്കെ വേണ്ടാന്ന് തന്നെ വെക്കുകയാണ്. 5-6 വർഷമൊക്കെ അങ്ങനത്തെ ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പോഴുണ്ട്. അപ്പോൾ പിന്നെ ലേറ്റർ ഇപ്പോൾ 30 ഇയേഴ്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഓവറിൻ ഫങ്ഷൻ കുറയും. 35 ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നല്ലോണം കുറയും. അപ്പോഴത്തേക്ക് അവർക്ക് ഒരു നാച്ചുറൽ കൺസെപ്ഷൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായി വരാം. ചിലപ്പോൾ നാച്ചുറൽ കൺസെപ്ഷൻ ആ സമയത്ത് ട്രീറ്റ് ചെയ്തിട്ടും ആവാത്ത അവസ്ഥയിൽ വരാം. അങ്ങനത്തെയൊക്കെയുള്ള സമയത്ത് IVF പോവും. പിന്നെ അല്ലെങ്കിൽ മെയിൽ ഫാക്ടറോ ഫീമെയിൽ ഫാക്ടറോ ഇപ്പം അങ്ങനത്തെ ഇപ്പോൾ ട്യൂബൽ ബ്ലോക്ക് ഉള്ള ആൾക്കാർക്ക് കൺസീവ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ IVF പോവും. ഇപ്പോൾ മെയിൽസിന് ബീജത്തിന് അളവ് വളരെ കുറവാണെങ്കിൽ പിന്നെ IVF പോകും. അങ്ങനത്തെയൊക്കെയുള്ള കാര്യം. ഇതിൽ IVF എന്ന് പറയുന്ന ഒരു സംഭവത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, അതായത് ഈ നീട്ടി വെക്കുന്നതിനെക്കുറിച്ചും കുട്ടികൾ വേണമെന്നുള്ളതിനെക്കുറിച്ചും. കുട്ടികൾ വേണോ എന്നൊരു ഡിസ്കഷനും ഈ സിനിമയിലൂടെ അവതരിപ്പിക്കുന്നുണ്ടോ? അതുണ്ട്, ഓഫ് കോഴ്സ് അതും നമ്മൾ തൊട്ടു പോകുന്നുണ്ട്. കാരണം കുറേ സ്ഥലങ്ങളിൽ ഒരു സാധനമാണ്, ഒരു റിലേഷൻഷിപ്പ് വിത്ത് സ്റ്റാൻഡ് ചെയ്യാൻ ഒരു കുട്ടി വേണം എന്ന് പറയുന്നത് ഒരു ഫാമിലി പ്രഷർ ആയിരിക്കാം, അല്ലെങ്കിൽ പിയർ പ്രഷർ ആയിരിക്കാം, ടു ലുക്ക് ഫോർവേഡ് ടു എന്താണെന്നുള്ളത്. അപ്പോൾ അത് ഡെഫിനറ്റ്ലി നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. ഈ സൊസൈറ്റിയിലായിട്ട് നമുക്ക് കിട്ടുന്ന എന്താണോ സൊസൈറ്റിയിൽ നമ്മൾ ഇപ്പോൾ കുറേ കുറഞ്ഞു കിട്ടും. ഇപ്പോൾ ഭയങ്കര ലിബറൽ ആയിട്ടുണ്ട് ആക്ച്വലി. ഇന്നത്തെ കാലത്ത് പേരൻസ് ഒക്കെ ലിബറൽ ആയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഈ ഒരു അസോസിയേഷൻ എപ്പോഴും ഉണ്ട്, കുട്ടി വേണം എന്നുള്ളൊരു സാധനം. കുട്ടി വേണ്ടാന്ന് വെക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇപ്പോൾ നമുക്ക്. ആ ഒരു പ്രൊപ്പോർഷൻ കൂടിയിട്ടുണ്ട് ഇപ്പോഴും, കുട്ടി വേണ്ടെന്ന് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്കിപ്പോൾ കാണുമ്പോൾ മാരീഡ് 5 years ആയി, ഓൾറെഡി 33 years ആണ്. അപ്പോൾ നമുക്ക് ഒരു ഇൻഫെർട്ടിലിറ്റി ഒക്കെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളെ മനസ്സിൽ തോന്നും ഇവർക്ക് കുട്ടിയൊക്കെ വേണ്ട ട്രീറ്റ് ചെയ്യേണ്ടതെന്നുള്ള, അഗ്രസീവ് ട്രീറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. പക്ഷേ അവർക്ക് ഒരു യാതൊരു ഗൈനക്കോളജിസ്റ്റ് ഇങ്ങനെ നടക്കല്ലോ, ഒവേറിയൻ ഫംഗ്ഷൻ ഒക്കെ കുറഞ്ഞു. അതെ എന്നൊക്കെ. പക്ഷെ അവർക്ക് എന്താ പറയുക, കുറച്ചും കൂടി നീട്ടിപ്പോവാം. അവർക്ക് ഇതിനെ പറ്റി കൺസേൺ. അതെന്താ പറയുക, ലൈഫ് എൻജോയ് കുട്ടി ആയിക്കഴിഞ്ഞാൽ പിന്നെ എവിടെയെങ്കിലും കുറെ റെസ്ട്രിക്ഷൻസ് വന്നു പോയി മറ്റേ ജീവിതം അടിച്ച് പൊളിക്കാന്നുള്ള സ്റ്റൈലിൽ പോകുന്നതായിരിക്കാം ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ. അതാണ് അതുകൊണ്ട് ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടം പോലെയുള്ള ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ന്യൂ ജനറേഷന് കുറേ കാര്യങ്ങളുണ്ട്, അവർക്ക് കുറേ ഇൻഫർമേഷൻ ഉണ്ട്. അവർ റോങ് ആണെന്ന് പറയാൻ പറ്റില്ല, ചില കാര്യങ്ങളൊക്കെ നല്ല തന്നെയാണ്. അല്ല എന്താ പറയുക, പ്രൊഫഷണലി ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ അംബീഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്ക് കാലഘട്ടമാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ആൾക്കാർക്ക് എങ്ങനെ കുട്ടീനെ മാനേജ് ചെയ്യും, റെസ്പോൺസിബിലിറ്റി. ഒബ്വിയസ്ലി വൈഫ് കഷ്ടപ്പെടും. ഒബ്വിയസ്ലി ഞാനൊക്കെ അത് വേണ്ടാന്ന് വെക്കുന്ന അതുകൊണ്ട് വേണ്ടാന്ന് വെക്കുന്ന അല്ല, ഇപ്പോൾ വൈഫിനെ കെയർ ചെയ്യുന്ന പണ്ടത്തെ ആൾക്കാർ കെയർ ചെയ്യുന്നതിനെക്കാട്ട് കൂടുതൽ കെയർ ചെയ്യുന്നുണ്ട്. അതെനിക്കിപ്പോൾ മനസ്സിലായി. ആര് കെയർ ചെയ്യുന്നുണ്ട്? സോറി, ഞാൻ അധികം കാണാൻ പറ്റില്ല. ഞങ്ങള് എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. ഒരു 60 വയസ്സുള്ള ആള് 50 വൈഫിനെ നോക്കുന്നതിനേക്കാളും കൂടുതൽ ഇപ്പോഴത്തെ യങ് ജനറേഷൻ ആൾക്കാർ വൈഫിനെ കെയർ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ല, എനിക്ക് അങ്ങനത്തെ വീടുകൾ ഉണ്ടെന്ന് അറിയുന്നതിൽ സന്തോഷം. എനിക്ക് കുട്ടി ഉണ്ടായ സമയത്ത് എൻ്റെ ഹസ്ബൻഡും വളരെ ലേറ്റ് ആയിട്ട് വരുന്ന ബിസിനസ് ആയിരുന്നു. ഇപ്പോൾ 10 മണി 11 മണിയൊക്കെ സമയത്താണ് എല്ലാ ദിവസവും തന്നെ വരിക. അപ്പോൾ 7 മണിയാകുമ്പോൾ ഉറങ്ങും. പിറ്റേ ദിവസം രാവിലെ എഴുന്നേക്ക് ഒരു 5:30-6 മണിയാകുമ്പോഴത്തേന് പുള്ളി ഉറങ്ങുമായിരിക്കും. ഇവർ തമ്മിൽ ഇടയിലുള്ള ഏതോ ഒരു സമയത്ത് കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഒരു 3 വയസ്സ് വരെ അങ്ങനെ വ്യക്തമായൊരു ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് സങ്കടമാണ് രാത്രി ഇവർ എഴുന്നേൽക്കുമ്പോഴും ഇപ്പോൾ ഒന്ന് കിടന്നല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എഴുന്നേൽക്കുക, രാവിലെ ജോലിക്ക് പോവുക, അങ്ങനെയുള്ള വീടുകളുണ്ട്. ലേറ്റ് ആയിട്ട് വന്നാലും അവർക്ക് കെയറിങ് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. കൊച്ച് അവിടെ കിടന്ന് എങ്ങനെ കരഞ്ഞാലും മറ്റേ നിർത്താതെ കൂന്നൊരു കോഴിയുടെ കഥ ഞാൻ പത്രത്തിൽ വായിച്ചായിരുന്നു. അങ്ങനെയാണേ പോലും ഈ അവിടെ പൊട്ടിയാൽ പോലും അറിയാത്ത പോലെ കിടന്നുറങ്ങുന്ന ഭർത്താക്കന്മാരും ഉണ്ട്. ഡോക്ടർ സ്വന്തം അനുഭവത്തിൽ നിന്ന് ഒരു സ്ത്രീ സംസാരിക്കുമ്പോൾ നിങ്ങളത് മനസ്സിലാക്കണം. ടെൻഷൻ ഉണ്ട്, ഭർത്താക്കന്മാർക്ക് ടെൻഷൻ ഉണ്ട്. എന്ത് ടെൻഷൻ? എന്താവുന്ന ടെൻഷനിൽ നിങ്ങൾ ഡെലിവറിക്ക് അകത്ത് കയറുമ്പോൾ ഭർത്താക്കന്മാർക്ക് തീർച്ചയായും ടെൻഷൻ ഉണ്ട്. പുറത്ത് പ്രകടിപ്പിക്കുന്നതല്ലേ ഉള്ളൂ. അല്ല, അത് പ്രകടിപ്പിക്കുന്നില്ല. പക്ഷെ നിർബന്ധമായി അകത്ത് കയറ്റണം എന്നുള്ളത് ഞാനൊരു സജഷനായിട്ട് അതെല്ലാ സ്ഥലത്തും ചെയ്യണം. അത് വന്നു കഴിഞ്ഞാൽ മെയിൽ ഗൈനക്കോളജിസ്റ്റോ ഫീമെയിൽ ഗൈനക്കോളജിസ്റ്റോ എന്നൊരു വിഷയമാവും. അതെ. അല്ല, ഞാൻ ഇതിനു മുന്നേ ഒരുപാട് തവണ വായിച്ചിട്ടുണ്ട്. ഇപ്പം പല കേസുകൾ ഇങ്ങനെ മെയിൽ ഗൈനക്കോളജിസ്റ്റ് ആകുമ്പം അങ്ങനെയാണെങ്കിൽ വേണ്ട. പിന്നെ സ്ത്രീകൾ തന്നെ വീട്ടിൽ നിന്ന് സമ്മതിച്ചാൽ പോലും അയ്യോ എനിക്കങ്ങനെ ഒരു പുരുഷൻ്റെ മുന്നിൽ നമ്മൾ ഭയങ്കരമായിട്ട് അടങ്ങി ഒതുങ്ങി കവർ ചെയ്ത് നടക്കുന്നൊരു ഇതാണല്ലോ. അപ്പം പുരുഷന് മുന്നിൽ ഞാൻ അങ്ങനെ പ്രസവിക്കാൻ വേണ്ടി കിടക്കില്ല, അങ്ങനെ സ്ത്രീകൾ പറഞ്ഞിട്ടുണ്ടോ? അത് ഞാൻ പറഞ്ഞല്ലോ,
പഴയ ജനറേഷൻ അങ്ങനെ ചിന്താഗതി, പുതിയ ജനറേഷൻ മാറിയിട്ടുണ്ട്. ഞാനൊരു തമാശയായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോൾ നല്ലത് ഈ ടാറ്റു ചെയ്ത ആൾക്കാരും PUBG കളിക്കുന്ന ജനറേഷനൊക്കെ നല്ലതെന്നല്ല. അവർ വാല്യൂ ചെയ്യുന്നത് ഈ ഡോക്ടർ നോക്കണ്ടോ എന്താണ്, അവർക്ക് ഒരു നമ്മളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ കാര്യങ്ങൾ ആലോചിക്കില്ല, മറ്റുള്ള ആൾ എന്ത് പറയുന്നൊക്കെയുള്ള ആലോചിക്കില്ല. ഇപ്പം നമ്മളിപ്പോൾ ടാറ്റു അടിക്കുന്നതന്നെ അതുകൊണ്ടല്ലേ. അപ്പം അവരാരോട് ചോദിച്ചിട്ടല്ല ചെയ്യുന്നത് അല്ലേ, അവരുടെ സ്വന്തം ഇഷ്ടം. അതുപോലെ അവർക്ക് നമുക്ക് ഒരു ചൂസ് ചെയ്യാനുള്ള ഒരു ഇതുണ്ടല്ലോ, സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അപ്പോൾ അത് എൻജോയ് ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ്. ഇതുപോലെ താങ്കൾ വിനയ് ഇപ്പം സിനിമ എടുക്കുന്നതിന് മുന്നേ ഇഷ്ടം പോലെ മെയിൽ ഗൈനക്കോളജിസ്റ്റുമാരോട് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരിക്കാം, നഴ്സുമാരും എല്ലാം. ഇത് പറയുമ്പോൾ ഒരു ഗൈനക്കോളജിസ്റ്റ് മാത്രമല്ല, പ്രൊഫഷനിലല്ല. ഇതിന് സിമിലർ ആയിട്ടുള്ള അവർ പറഞ്ഞ എന്ത് കഥകളാണ് നിങ്ങൾ കേട്ടത്? അവരുടെ അടുത്ത് നമ്മൾ ചോദിച്ചത് നമ്മളുടെ സ്റ്റോറിക്ക് വേണ്ടിയിട്ടുള്ള കുറേ കൂടി നമ്മൾ ഈ മെഡിക്കലി കുറേ സാധനങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ ഡെലിവറി കാണിക്കുന്നുണ്ട്, എല്ലാം 2-3 ഡെലിവറി കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി ഡെലിവറി കാണിക്കുന്നുണ്ട്. എക്സാക്ട്ലി ഒരു ഡെലിവറി സീക്വൻസ് ഉണ്ട് നമുക്ക്. അത് നമ്മുടെ സിനിമയിൽ വളരെ സ്വീറ്റ് ആയിട്ട്, ഇപ്പോൾ ഇത് ഷുഗർ കോട്ട് ചെയ്തിട്ടാണ് സത്യസന്ധമായിട്ട് നമ്മൾ കാണിച്ചിട്ടുള്ളത്. കിയോസ് നമുക്ക് ഇതിനകത്തുള്ള കിയോസ് നമുക്ക് ഒരു പരിധി വരെ കാണിക്കാൻ പറ്റുള്ളൂ. ബട്ട് സ്റ്റിൽ അത് നമ്മൾ എല്ലാവരിലേക്കും എത്തുന്ന രീതിയിൽ നല്ല ഭംഗിയായിട്ട് കാണിക്കാൻ പറ്റിയിട്ടുണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ടെക്നിക്കാലിറ്റീസ് മനസ്സിലാക്കണമായിരുന്നു. ഇതിൽ എത്രത്തോളം നമുക്ക് ലിബർട്ടി എടുക്കാം, കാരണം എക്സാക്ട് നമുക്ക് എന്തായാലും കാണിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൽ ചെറിയ ലിബർട്ടിയൊക്കെ എടുത്തിട്ട് നമ്മൾ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ അതിന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള വഴി അറിയാൻ, അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് കൂടുതലും. പിന്നെ ആസ് എ മെയിൽ ഗൈനക്കോളജിസ്റ്റ് അവർ ഈ ചൂസ് ചെയ്യുന്നത് എന്തുകൊണ്ട് ചൂസ് ചെയ്തു, എന്തായിരുന്നു റീസൺ, അങ്ങനെ പല റീസൺസ് നമുക്ക് കിട്ടി. ബട്ട് വി ഹാവ് അനദർ സോളിഡ് റീസൺ ഇൻ ആ ഫിലിം. ആരുടെയും പേഴ്സണൽ എക്സ്പീരിയൻസ് അല്ല, പക്ഷേ വി ഹാവ് എ സോളിഡ് റീസൺ ഇൻ ആ ഫിലിം. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഹൗസ് സർജൻസിയുടെ മുന്നേ ഇപ്പോൾ ഒരു പഠിക്കുമ്പോഴൊക്കെ യു വിൽ ബി ഇൻ എ ക്ലാസ് വിത്ത് സോ മെനി വിമൻ. ഒരു മേജർലി വിമൻ ആയിരിക്കുമല്ലോ. ഒരു ബാച്ചിൽ ചിലപ്പോൾ ഒരു ആൺകുട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ 2-3 ആൺകുട്ടികൾ മാക്സിമം ഉള്ള ഒരു കാലഘട്ടമായിരിക്കും. ഇപ്പം മേ ബി ഇറ്റ് ഇസ് ലിറ്റിൽ മോർ, പക്ഷേ നമ്മൾ സംസാരിച്ചവരൊക്കെ ഒരാൾ അല്ലെങ്കിൽ 2 പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനത്തെ രസകരമായ കാര്യങ്ങൾ, കോളേജിൽ സംഭവിച്ച കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ പറഞ്ഞില്ലേ, ഇപ്പം നമ്മൾ ഈ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഭയങ്കരമായ ലാഫ് ഔട്ട് ലൗഡ് മൊമെന്റ്സ് ഒന്നുമില്ല. എല്ലാവരും കുറേ കൂടി മെച്ചുവേർഡായിട്ട് ഇതിനെ കാണുന്ന ഒരു ക്ലാസ് റൂം ആയിരിക്കും. ബട്ട് സ്റ്റിൽ നമുക്ക് ഭയങ്കര ലവബിൾ ആയിട്ടുള്ള കുറേ സീക്വൻസസ് ഉണ്ടാവാൻ സ്കോപ്പ് ഉള്ളതാണ്. ഇപ്പോൾ ഈ ദ കൈൻഡ് ഓഫ് കെയർ യു ഗെറ്റ്, യു ബീങ് ദി ഓൺലി മെയിൽ ഇൻ ദ ക്ലാസ് റൂം, ദ കൈൻഡ് ഓഫ് ഫ്രണ്ട്ഷിപ്സ് യു മേക്ക്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നല്ല രസമായിട്ട് കുറേ ഇൻസ്റ്റൻസസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇംബൈബ് ചെയ്യാൻ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് സിനിമയിൽ. എനിക്കൊന്ന് ഈ സിനിമ കാണുന്ന സമയത്ത് ഓരോ മെയിൽ ഗൈനക്കോളജിസ്റ്റും അവരുടെ കുറച്ച് ബാക്കിലോട്ട് പോയി ചിന്തിക്കാനുള്ള സമയം കൂടെ ഒരു 2.5 മണിക്കൂർ പടമായിരിക്കും. ഇല്ലേ ഡോക്ടർ, ഏതെങ്കിലും ഒരു പോയിന്റിലേ ലൈക്ക് ഈ നമ്മൾ ഫസ്റ്റ് കേസ് കഴിഞ്ഞ് നമ്മൾ ആ ഒരു തിരക്കുള്ളൊരു ഡോക്ടറിലോട്ട് മാറുന്നൊരു സ്റ്റേജ് ഉണ്ടല്ലോ. അപ്പം നമ്മുടെ അടുത്ത് ആണെങ്കിൽ വേണ്ട, എനിക്ക് മെയിൽ ഗൈനക്കോളജിസ്റ്റ് വേണ്ട, സംഭവങ്ങളൊക്കെ നമ്മൾ കേൾക്കുമല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ വിചാരിച്ചിട്ടുണ്ടോ എന്തൊക്കെ വേറെ ഉണ്ടായിരുന്നു, എല്ലായിടത്തും പോയി പഠിച്ചാലും വേണ്ടില്ല എനിക്ക്? അങ്ങനെ വിചാരിച്ചിട്ടില്ല. കാരണം ഒരാളുടെ, ഞാൻ വിശ്വസിക്കുന്ന കാര്യം, ഒരാളുടെ ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ എന്തുകൊണ്ടും എനിക്ക് ഗൈനക്കോളജി എടുക്കുമ്പം തന്നെ മറ്റുള്ള ആൾക്കാർ എന്ത് വിചാരിക്കും എന്നുള്ളൊരു മനസ്സിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചു അവർ വിചാരിക്കുന്നുണ്ടെങ്കിൽ വിചാരിക്കട്ടെ, നമ്മളുടെ ഇഷ്ടം പോലെ നമ്മൾ ചെയ്യാം. അതേപോലെ തന്നെയാണ് ആ ലിബർട്ടി എന്നെ കാണിക്കാൻ വരുന്ന ആൾക്കാരും അവരങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തെറ്റായി തോന്നാറില്ല അത്.